ഏവർക്കും ഈസ്റ്റർ ആശംസകൾ നേരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് കരുണ ആശ്രമത്തിലാണ്. വെള്ളറട മലയോര പട്ടണത്തിലെ സൗന്ദര്യം തുളുമ്പുന്ന പ്രദേശമായ കിളിയൂർ മതസൗഹാർദ്ദത്തിൻ്റെ, കൂട്ടായ്മയുടെ, സാഹോദര്യത്തിൻ്റെ, ഒത്തൊരുമയുടെ ഒരു സംഗമ സ്ഥലം വെള്ളറട പട്ടണമാണ്. അവിടുത്തെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് കരുണാസൻ ആശ്രമം. അപ്പനും അമ്മയും ഇഷ്ടംപോലെ അപ്പനും അമ്മമാരുമുള്ളൊരു ഒരു വയോജന കേന്ദ്രമാണ് കൂട്ടായ്മയുടെ. ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ട് നമ്മുടെ നാട്ടുകാരെല്ലാം കൂടി ചേർന്നിട്ട് അവർക്ക് നല്ല ഭക്ഷണം ഒരുക്കുന്നു, നല്ലൊരു പ്രോത്സാഹനം, ആഘോഷം ഒരുക്കുന്നു. സിമ്പിളാണ്, എന്നാൽ ഹൃദയസ്പർശിയായ ഈസ്റ്റർ ദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശുശ്രൂഷയ്ക്കായിട്ട് അവരെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അവരെ സഹായിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട്. ഒരുപക്ഷെ ദേവാലയവുമായിട്ട് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ അതിന് പുറത്തുള്ളവരായിരിക്കാം. എന്നാൽ തന്നെയും മനുഷ്യൻ എന്ന നിലയ്ക്ക് ചെയ്യുന്ന നന്മകളാണ് ഇതിന് പിന്നിലുള്ളത്. അവരെല്ലാവരെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം. ഇനിയും നിങ്ങളെ കാണുവാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവർക്കും ഈ ഒരു ദിനത്തിൻ്റെ കർത്താവിൻ്റെ ഉദ്ധാനത്തിൻ്റെ എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. നമുക്ക് ഒത്തിരിയേറെ സന്തോഷം ഉണ്ട് നിങ്ങളെ കാണുവാനായിട്ട് ഈ പ്രോഗ്രാമിലൂടെ വന്നതിന്. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ നേടിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ ഒരു ഈസ്റ്റർ ദിനത്തിൽ നിങ്ങളെ നോക്കുവാൻ, നിങ്ങളെ പരിചരിക്കുവാൻ, നിങ്ങളോടുള്ള സ്നേഹം പങ്കുവയ്ക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇന്നേ ദിനം നമ്മൾ പല ഭവനങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കഴിയുന്ന മാതാപിതാക്കൾ ധാരാളം ഉണ്ടാകും. ഒത്തിരിയേറെ മക്കളുണ്ടാകും, പക്ഷേ ആരോടും സംസാരിക്കാനില്ലാതെ ഒറ്റയ്ക്ക് ഏകാന്തതയിൽ കഴിയുന്ന അവസ്ഥയാണുള്ളത്. എന്നാൽ നിങ്ങളെ സ്നേഹിക്കുന്ന, ഒരുപക്ഷെ നിങ്ങളുമായിട്ട് യാതൊരു രക്തബന്ധമോ ഒന്നുമില്ല, പക്ഷേ മനുഷ്യ സ്നേഹത്തോടും ദൈവസ്നേഹത്തോടും നിങ്ങളെ നോക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്ന ധാരാളം മനുഷ്യർ ഈ ഭൂമുഖത്ത് തീർച്ചയായിട്ടും ഇതൊരു സ്ഥാപനം പോവുക എളുപ്പമല്ല. നമ്മുടെ എല്ലാവരെയും കാണുന്ന ആവശ്യമാണ്. ഒരുപക്ഷെ നമുക്ക് ഭൗതികമായിട്ട് കൊണ്ടുവന്ന് തോന്നിയാൽ തന്നെയും ഇതുപോലത്തെ സ്ഥാപനങ്ങളെപ്പോഴും അവർ പ്രധാനമായിട്ട് മുന്നോട്ട് വരാറുണ്ട്. ഇതിൻ്റെ ബാധ്യതകളും ബുദ്ധിമുട്ടുകളും അതുകൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അവരുടെ ആ ഒരു നല്ല പ്രവർത്തികൾ കൊണ്ട് ഒത്തിരിയേറെ പേർക്ക് ആശ്വാസം ലഭിക്കും. ഈ ഒരു അവസരത്തിൽ ഇതിനുവേണ്ടി മുൻകൈയെടുക്കുന്ന ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. പക്ഷേ അന്ന് വന്ന സമയത്ത് വളരെ ആഗ്രഹത്തോട് കണ്ണാടി എന്നെ പിടിച്ച് അതുപോലെ നല്ലൊരു പെങ്ങളായിട്ട് കരുതി സാധനിക്കുകയും എൻ്റെ കരുതലും തന്ന് ഇത്രത്തോളം നടത്തി ഇത്രത്തോളം ശക്തീകരിച്ച അച്ഛനാണ്. അച്ഛൻ്റെ ഇവിടുത്തെ സേവനം മതിയാക്കി ഇനി വിശ്രമ ജീവിതമാണ്. എനിക്ക് തൊട്ടടുത്താണ് അച്ഛൻ. ഇപ്പോൾ മൊബൈലിൽ പോയി കാണാൻ അച്ഛൻ വീട്ടേ ഉള്ളൂ. എനിക്ക് സന്തോഷമാണ് അച്ഛൻ കൊണ്ട് വരുന്നതിന്. അച്ഛൻ പോകാനും പക്ഷേ അതിൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞത് എനിക്ക് ഹൃദയസ്പർശിയായിട്ട് തോന്നിയത് ഒരാഴ്ചയ്ക്ക് മുന്നേ അടുത്ത ഇവിടെ സാഹചര്യം അച്ഛൻ എത്തി കഴിഞ്ഞു. എന്നിട്ട് പോകാതെ നമ്മളോടൊപ്പം ഈ
വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ മുഴുവൻ ഒരു കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ കാര്യങ്ങളൊക്കെ വഹിക്കാനൊന്നും ആർക്കും പറ്റില്ല. ഒരു ഗ്രാമപഞ്ചായത്ത് അത്രയും ചുമതലയുള്ള ഒരാളാണ്. അതും കുടുംബവും എല്ലാം നമ്മളോടൊപ്പം ആയിരിക്കുകയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചേച്ചിക്ക് എല്ലാവരുമായ നന്ദി സമ്മതവും ഞാൻ അറിയിക്കുന്നു. കുടുംബത്തിൻ്റെ പ്രാർത്ഥനയും കൊടുക്കുന്നു. അതോടൊപ്പം നമ്മുടെ ADSന്റെ സുധ ഒരുപാട് നമ്മുടെ വീട്ടിൽ തന്നെ ഒത്തിരി ഗസ്റ്റാണ്. 15 പേര് അവരുടെ വീട്ടിൽ ഗസ്റ്റായിട്ടുണ്ട്. എന്നാൽ ആ തിരക്കിനിടയിൽ നിന്നും നമ്മളോടൊപ്പം ഓടിയെത്തിയതാണ്. ആ കുടുംബത്തിന്റെ ആ ഒരു തിരക്കിൽ നിന്ന് ഓടി നമ്മളോടൊപ്പം അല്പസമയം ചെലവഴിക്കാൻ കാണിച്ച ആ മനസ്സിനെ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. നന്ദി. നമ്മുടെ വലിയ ഞാനിവിടെ വന്നപ്പോൾ കുറച്ച് അമ്മമാർ അച്ഛന്മാർ മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് അതിനോട് പങ്കുവയ്ക്കണമെന്ന് തോന്നി. നമ്മുടെ നേരത്തെ തന്നെ പാട്ടിന് വേണ്ടി മുൻകരുതലുകൾ എടുത്ത് അതിന്റെ സേഫ്റ്റി എല്ലാം ചെയ്ത് കരുതലോടുകൂടി അത് ഒരു ഗാനം ആരംഭിക്കുമെന്നുള്ള നല്ല മനസ്സോടു കൂടി കരുതലോടു കൂടി ആയിരുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അതിന് അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളത് ബുദ്ധിമുട്ടായിരുന്നു. വീൽ ചെയർ ആയിരുന്നു. പക്ഷേ Moto Gonsia. Polisera, Moto Gonsia. ആ വയറ് വലിച്ചായിരിക്കും. അതെ തന്നെ. അത് തന്നെ. പിന്നെ എല്ലാവരും കൊള്ളാം. ഹാപ്പീസ് നമ്മൾ ഇന്നലെ കണ്ടു. വിഷ് ചെയ്തില്ല. അത് സംഭവിച്ചു. കട്ട് ചെയ്യുകോട്ടെ. കട്ട് ചെയ്യാതെ അറിഞ്ഞൂടാ. അളിങ്ങനെ പിടി മുറിയോ അതെ എടുക്കോർമ്മ അത് മാത്രം കട്ട് ചെയ്തേ ഇടുള്ളൂ. അത് കട്ട് ചെയ്തേ ഇടുള്ളൂ. അത് അലും സുഖമായി വേണ്ട. കേട്ടിട്ട് മണ്ണോട് ചേർത്ത് ദൈവങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അലോഷിത്തത്തിനും ബുദ്ധിമുട്ടി വന്നു. അത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഇവരൊക്കെ ഒരു ശരിയാമായിരുന്നു. മാത്രമാണ് കാണാൻ സാധിച്ചത്. ഇനി നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ ഒരുപാട് ആഗ്രഹമൊന്നുമല്ല. ലീഡുമായിട്ടൊക്കെ ബന്ധം കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. അത് കൂടുതൽ വരാൻ സാധിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈശ്വരന്റെ മംഗളങ്ങളും നമ്മുടെ സുഹൃത്തുക്കളും എല്ലാം ഉറപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവങ്ങളെ നമുക്ക് ഈസ്റ്റർ ആശംസിക്കുന്നുണ്ട്. നമ്മുടെ വെള്ളമൺ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഏറ്റവും സ്നേഹബഹുമാനമുള്ള ഷീജ ചേച്ചി, ഏറ്റവും പ്രിയമുള്ള ഗണേശച്ച, ഏറ്റവും ബഹുമാനമുള്ള നമ്മുടെ ഇവിടെ അച്ഛന്മാരുണ്ട്, മുത്തച്ഛനും ഇടയച്ചനും, നമ്മുടെ
രണ്ട് പ്രദേശത്ത് പ്രിയമുള്ള CDS ചെയർപേഴ്സൺ ബഹുമാനമുള്ള നമ്മുടെ ഇടയ്ക്ക് പ്രിയമുള്ള ഇവിടുത്തെ ദർശികളെ പ്രിയമുള്ള മാതാപിതാക്കളെ ചെയ്യുന്നത് ഈ ഒരു ഈസ്റ്റർ ദിനത്തിൽ കർത്താവിന്റെ ഉത്ഥാനത്തോടനുബന്ധമായി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു ചേരാൻ വളരെ അനുഗ്രഹിക്കുന്നതാണ്. ഞാനിവിടെ പല താമസിച്ചിട്ടുണ്ട്. നമ്മുടെ മാർഗത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ട മുഖങ്ങളെല്ലാം ക്ഷീണിച്ച് മോശമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ കരുണ ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ തോമസ് സാറ്, ഏറെ സ്നേഹമുള്ള ഷീല ചേച്ചി, മറ്റ് കൂട്ടുകാരെ, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കർത്താവിൻ്റെ ഉത്ഥാന ദിനത്തിൽ നമുക്ക് വീണ്ടും ഒരുമിച്ച് തരാനായിട്ട് ദൈവം അനുഗ്രഹിച്ചു. വളരെയധികം സന്തോഷം. ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ പള്ളിയിൽ നിന്നൊക്കെ വീട്ടിലെത്തുന്നത് വരെ കരുതിയിരുന്നത് ഇവിടെ വരണം എന്നുള്ള പ്രതീക്ഷയിലാണ് രാവിലെ എണീറ്റ് അല്പമൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ട് നിങ്ങളോടൊപ്പം തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ ഈ പ്രോഗ്രാം കഴിയുന്നത് വരെ ഉണ്ടാവണമെന്ന് കരുതി. പക്ഷേ അത് അപ്രതീക്ഷിതമായി പ്രതീക്ഷിക്കാതെ ഒരു കുടുംബം, എൻ്റെ അനിയനും കുടുംബമൊക്കെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, ഒരുമിച്ച് ആഹാരമൊക്കെ പാചകം ചെയ്യാം എന്നൊക്കെ അവരുടെ താല്പര്യത്തോടുകൂടി വീട്ടിൽ വരികയും അപ്പോൾ അതിൻ്റെ ആ ഒരു തിരക്കായപ്പോൾ ഞാനും കരുതി അപ്പോൾ ഇതിന് കുറേ നാളുകൾക്ക് ശേഷം ഒരുമിച്ച് കൂടുന്നതല്ലേ, അപ്പോൾ വീട്ടിൽ തന്നെ ആ കാര്യങ്ങളുമായിട്ട് പങ്കെടുക്കാം. അപ്പോൾ ശീലി ചേച്ചി വിളിച്ചത് എനിക്ക് എന്തുകൊണ്ടും മനസ്സിനകത്ത് ചെറിയ വെമ്പൽ പോലെ ഉണ്ടായിരുന്നു ഇവിടെ വരാൻ പറ്റാത്തൊരു ഇത്. എന്തായാലും ശീലി ചേച്ചിയുടെ വിളി കേട്ടപ്പോൾ പിന്നെ വന്നിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെയാണ് പിന്നെ ആ തിരക്ക് ഏകദേശം കാര്യങ്ങളെല്ലാം ഓക്കെ ആയി. അപ്പോൾ ഞാനിതാ ഇവിടെ പോയിട്ട് ഒന്ന് പങ്കെടുത്തിട്ട് അവരെ ഒന്ന് കണ്ടിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടൊക്കെ ഇറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ദൈവം നമുക്ക് നിങ്ങളോടൊപ്പം ആയിരിക്കാനായിട്ട് വീണ്ടും ഒരു അവസരം തന്നു. അതിനേക്കാൾ ഉപരി നമ്മുടെ ഈ ആശ്രമത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഈ അച്ഛൻ്റെ ഓർമ്മയാണ് വരുന്നത്. ഒരു പിതാവിനെ പോലെ എല്ലാവരോടും സ്നേഹത്തോടു കൂടി ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു മാസത്തിൽ 1-2 തവണ വന്നു പോകുന്ന ഒരു വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ മക്കളെയും ഇന്നലെ പറഞ്ഞിരുന്നു, ആരെങ്കിലും വരുന്നുണ്ടോ, കരുണാസദന ആശ്രമത്തിൽ ഞാൻ പോവുകയാണ്. ഇല്ല, അമ്മ പോയാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഒരു ഗാനം വേദിയിലിരിക്കുന്ന അച്ഛൻ, കൂടാതെ വേദിയിലിരിക്കുന്ന പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് സർലാൽ സാർ, അതുപോലെ വേദിയിലിരിക്കുന്ന സുധചേച്ചി, എൻ്റെ കൂടെ പഠിച്ച വിദ്യാർത്ഥികളുള്ള അച്ഛൻ, ഏറ്റവും സ്നേഹബഹുമാനമുള്ള അച്ഛൻ, അതുപോലെ നമ്മുടെ ഇവിടെ നിന്ന് ആശ്രമത്തിലോട്ട് പോകുന്ന അച്ഛനും, ഞങ്ങളുടെ കുടുംബത്തിലെ മുതിർന്ന ഒരു അഡ്വക്കേറ്റ്, ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള എന്ത് കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നത് നമ്മുടെ സ്നേഹബഹുമാനമുള്ള ടീച്ചർ, കൂടാതെ സെക്രട്ടേറിയറ്റിന്റെ സുരക്ഷാ ചുമതലയുള്ള, അതായത് സെക്രട്ടേറിയറ്റ് ഇപ്പോൾ SIയുടെ റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് വെളിയിലിരിക്കുന്ന ലാലു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലാലു, കൂടാതെ വാട്ടർ അതോറിറ്റി ജോലിയുള്ള എൻ്റെ ഒരു വേറെ സുഹൃത്ത് പുറത്തേക്കുണ്ട്, അവർക്കും, കൂടാതെ ഈ പരിപാടി ഇവിടെ എല്ലാ ആഴ്ചയും വന്ന് നമ്മളോടെല്ലാം സഹകരിക്കുന്ന നമ്മുടെ സോണിയുടെ ഹസ്ബൻഡ്, കൂടാതെ ഏറ്റവും വലിയായിട്ട് നമ്മുടെ ഷീല ചേച്ചി, എല്ലാവർക്കും ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന അച്ഛനും, ഈ ആശ്രമം നല്ല രീതിയിൽ ഭംഗിയായിട്ട് നിയന്ത്രിച്ചു പോകുന്ന അച്ഛനും, കൂടാതെ ഇതിലിരിക്കുന്ന പലർക്കും ദയാവഴി എന്നോട് പഠിച്ചു, ബാക്കി കുറേപേരുണ്ട്, നമ്മുടെ വീല ഉണ്ട്, എല്ലാവർക്കും എല്ലാവർക്കും ഈ ഈസ്റ്റർ ആശംസകൾ അറിയിക്കുകയാണ്. സ്നേഹബഹുമാനമുള്ളത് നമ്മുടെ പല കുടുംബങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് മാതാപിതാക്കളും മക്കളും വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ കാണുന്ന ഒരു സന്തോഷവും ആ കുടുംബത്തിനകത്തില്ല എന്നുള്ളതാണ് 100% നമ്മൾ മനസ്സിലാക്കാറുള്ളത്. മാതാപിതാക്കൾ
പറയുന്നതാണ് മക്കളിപ്പോൾ അനുസരിക്കാറില്ല. അവർക്ക് അതിൻ്റെ വിഷമമാണ്, സങ്കടമാണ്. പല കുടുംബങ്ങളിലും കഴിക്കാനും ആകാരമില്ല, വളരെ വിഷമത്തിലാണ് ഓരോ മാതാപിതാക്കളും ജീവിച്ചു പോകുന്നത്. അവരെ എങ്ങനെ ഒഴിവാക്കാമെന്ന് പല കുടുംബക്കാരും ചിന്തിക്കുന്നത്. അന്നേരം ഈ ആശ്രമത്തിൽ വളരെ സ്നേഹത്തോടെയും വളരെ ബഹുമാനത്തോടെയും എല്ലാവരെയും സംരക്ഷിക്കുകയും നോക്കുകയും അവർക്ക് ദൈവവചനം പങ്കുവയ്ക്കുകയും ചെയ്ത് നല്ല രീതിയിൽ ആശ്രമം മുന്നോട്ട് കൊണ്ടുവന്നതിന് ആദ്യമായി ആശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് നന്ദിയിരിക്കുകയാണ്. കൂടാതെ നന്ദി പറയാനുള്ളത് നമ്മുടെ കുടുംബജീവിതങ്ങളിൽ നമ്മുടെ കുഞ്ഞുമക്കളെ കൊണ്ട് കാണിക്കേണ്ട പ്രത്യേകിച്ച് ഉള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ നവജ്യോതി എന്ന് പറഞ്ഞ ഒരു പഠിച്ചതാണ്. എനിക്ക് അവിടെ അറിയില്ലായിരുന്നു. എല്ലാവരും സാന്നിധ്യം നിർബന്ധിച്ച് വിളിച്ചാണ് എന്നെ കൊണ്ടുപോയത് ആ സ്കൂളിൽ. അപ്പോൾ എന്നെ കൊണ്ടുപോകുന്നുണ്ട് ബാങ്കിൽ അവനും കൊണ്ടുപോയി. ആ സ്കൂളിൽ കൊണ്ടുപോയപ്പോൾ നല്ല കുഞ്ഞുങ്ങൾ 45-50 പിള്ളേരുകളുണ്ട്. അതിലൊരു കൊച്ചിൻ്റെ മോളുണ്ട്, കൊച്ചിൻ്റെ ഭാര്യയുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ നല്ലൊരു ശരണം തോന്നിച്ച് ഒരു പയ്യനാണ്. നല്ലൊരു നല്ല ഭംഗിയുള്ള ഒരു പയ്യനാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു അത് അവർ യൂണിഫോം തയ്യാറില്ലായിരുന്നു, അതുകൊണ്ട് പിള്ളേരെ തിരിച്ചറിയാൻ പാടില്ല. ഞാൻ ആ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയെ ഞാൻ വിചാരിച്ചു. അപ്പോഴാണ് ഈ പയ്യൻ അപ്പോൾ ഷാക്കൊക്കെ കൊടുത്ത് ബാഗൊക്കെ പറഞ്ഞ് പോകണമെന്ന് വിചാരിച്ചു. സ്കൂൾ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു വിളി വിളിച്ചു ഒറ്റ ഓടണം. അപ്പോൾ സിസ്റ്റർമാർ കൂടെ ഓടി പുറത്ത് ചെന്ന് ഈ പയ്യനെ വിളിച്ചു. പിന്നെ ഇങ്ങനെ കൂടെ നിന്നാണ് സിസ്റ്റർ വിളിക്കുന്നത്. കാരണം പേടിയാണ്. 4 ലക്ഷം എന്നാണ് പറയുന്നത് കുട്ടി. അപ്പോൾ ഈ കുട്ടിയെ ഇവിടെ അനുനയിപ്പിച്ച് കൊണ്ടുവന്ന വ്യക്തി അപ്പോഴാണ് സ്കൂളിൻ്റെ ഇത് നടത്തിപ്പിക്കുന്നത് ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ 18 വയസ്സ് 15 വയസ്സായ പിള്ളേരൊക്കെ വളരെ വളരെ ഭയങ്കര പേടിക്കുന്ന രീതിയിൽ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുകയും അങ്ങോട്ട് ഞങ്ങളുടെ ഓടയും തിരിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കരഞ്ഞു. നമ്മൾ കാണുന്ന ലോകവും നമ്മൾ കാണുന്ന ജീവിത രീതികളുണ്ടായിരുന്നു. നമ്മൾ കാണുമ്പോൾ എല്ലാം ഭംഗി, പക്ഷെ നമ്മൾ ഉള്ളിലോട്ട് ഇറങ്ങിയപ്പോൾ കാണുമ്പോൾ പല കാര്യങ്ങളും മനസ്സിലാകും. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മനസ്സിലാക്കണം. ഞാനിപ്പോൾ മനസ്സിലാക്കിയത് ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ ദാനം എന്നുള്ളത് നമുക്ക് ശാരീരികമായ സുഖമാണ്. നമ്മുടെ മക്കൾക്ക് ശാരീരികമായ സുഖമാണ്. അല്ലാതെ വലിയ കാലത്തായിട്ടോ വലിയ ബന്ധുവായിട്ടോ ഒരു കാര്യമില്ല. മനസ്സമാധാനമുണ്ടെങ്കിൽ ഭക്ഷണം കുറിച്ച് ജീവിക്കണം എന്നുള്ള രീതിയാണ്. അങ്ങനെ അത് കണ്ടപ്പോഴേക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന മാതാപിതാക്കളെ പറ്റിയാണ്. ദൈവം വളരെയധികം അവരെ അനുഗ്രഹിച്ചിട്ടുള്ളത് കൊണ്ടാണ് ആ മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാൻ കഴിയുന്നത്. അപ്പം നമ്മൾ ഇരിക്കുന്ന മാതാപിതാക്കളെല്ലാം മക്കളെ വളർത്തി വലുതാക്കി അവരെ പഠിപ്പിച്ചു. കാല് വളർന്നു, കൈ വളർന്നു നോക്കി. എൻ്റെ അച്ഛനും അമ്മയൊക്കെ 7 കിലോമീറ്റർ വരെ തോളിലിട്ട് ചെറുന്ന് കൊണ്ട് ചെറിയൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് ഈ ശ്വാസത്തിനായിട്ട് മരുന്നാശിനി ഗവൺമെൻറ് കുടിയിൽ കൊച്ചിലേക്ക് മനസ്സിലായില്ലേ? അപ്പം നമ്മൾ മനസ്സിലായി ഇന്നത്തെ സാഹചര്യത്തിലാണെങ്കിൽ വണ്ടിയിൽ കാറുണ്ട്, ജീപ്പുണ്ട്, ബൈക്കുണ്ട്, ആർക്കോടും കൊണ്ടുപോകും. പക്ഷെ അന്നത്തെ സാഹചര്യം അങ്ങനെ മക്കളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളാണ് നമ്മൾ അപ്പോഴേക്കുന്നത്. അവർക്കെല്ലാവർക്കും ഈ ഈസ്റ്റർ ദിനത്തിൽ നന്ദി അറിയിക്കുന്നു. നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എന്താ പറയുന്നത് എത്ര പറഞ്ഞാലും മതിലില്ല. കാരണം ഇതെല്ലാം അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അതിനെ മാറ്റി ഇങ്ങനെ ചെയ്യാം. ഒരു മുതിർന്ന കാരണവരെ പോലെ എല്ലാത്തിനും കൂടെ നിന്ന് ഒരു പേരും തരികയും അതോടൊപ്പം തന്നെ നല്ല റൂട്ടിൽ കൊണ്ടുപോകണം കാണിക്കുന്ന ആ ഒരു വ്യക്തതയുണ്ടല്ലോ അപ്പനും മോളോട് എന്നുള്ള രീതിയിൽ അത്രയും നല്ല കരുതലിൻ്റെ ഒരു കരസ്പർശം അത് ഞാൻ ശരിക്കും നമ്മുടെ അടൂരി തോമസ് നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ഈ ഇത്രയും ഭംഗിയായിട്ട് നടത്തുവാൻ ഇതിനെല്ലാത്തിനും കാരണമായിട്ട് നിൽക്കുന്നത് ഞാനൊന്നല്ല, എൻ്റെ പിന്നിൽ കുറച്ച് നല്ലവരായിട്ടുള്ള സഹോദരങ്ങൾ അല്ലെങ്കിൽ മനുഷ്യ സ്നേഹികൾ കാരുണ്യത്തിന് കരസ്പർശം ഉള്ള നല്ല മനസ്സിലുടമയുള്ള ഒത്തിരി പേര് അകലെ ദൂരത്ത് വരുന്നതുകൊണ്ട് ഇതിനെ സപ്പോർട്ടായിട്ടും പ്രാർത്ഥനയായിട്ടും താങ്ങായിട്ടും കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ഒത്തൊരുമയോടും കൂടെ ഇവിടെ ആയിരിക്കുവാനും ഇത്രയും ഭംഗിയായിട്ട് ഈ അപ്പച്ചന്മാരോടൊപ്പം ചെലവഴിക്കാൻ സാധിച്ചത്. അങ്കിളിനെ ഞാൻ ക്ഷണിക്കുകയാണ്. വേദിയിൽ സദസ്സിലിരിക്കുന്നത് ഈസ്റ്റർ നിങ്ങൾക്കെല്ലാം അറിയാമോ? നമ്മുടെ വലിയച്ഛനോട് പോകുന്ന വിവരം കേട്ടോ? എല്ലാവരും അങ്ങനെ ഇരിക്കുകയാണ്. വലിയച്ഛൻ നമ്മളെ വിട്ട് പോവുകയാണ്. മനസ്സിലായോ? ഈ വലിയച്ഛൻ നിന്നും പോവുകയാണ് വൈകുന്നേരം. നിങ്ങളെ നമ്മളെ പക്ഷേ
അച്ഛനോട് ഉണ്ടായിരുന്ന കാലത്ത് നിങ്ങൾക്ക് എന്തുമാത്രം പ്രയോജനമായിരുന്നു. ഓരോ ദിവസവും ഉണർന്നിട്ട് വന്ന് ഉണർത്തുകയും ചായ കുടിച്ച് കാപ്പി കുടിച്ച് ചോദിക്കുകയും അനുസരിച്ച് കുടിക്കാനും എടുക്കാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും തരുന്ന ഈ അച്ഛൻ നമ്മളോട്ട് പോവുകയാണ്. ഈ ദൂരെ നിന്ന് പോകുന്ന അടുത്തിരുന്നാണ് അതിൻ്റെ ഹെഡ് ഓഫീസിലാണ് നാലാഞ്ചാണ്. അവിടെ പോയിട്ട് അച്ഛൻ ഈ ഫ്രാൻസിസ്കൻ പ്രദേശത്തിൻ്റെ സകല കാര്യങ്ങളും ഇനി അവിടെ ഇരുന്ന് മേലോട്ട് വഹിക്കും. പ്രായമായിട്ട് അച്ഛൻ കരുതലും കഴിവും അതുകൊണ്ട് അച്ഛൻ അത് അപ്രൂവ് ചെയ്യും. ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ട് നമ്മുടെ കൊച്ചച്ഛൻ ഇവിടെ ഇല്ലായിരിക്കുമ്പോഴും ഒരു കുറവും നിങ്ങളെ എല്ലാം വീൽ ചെയറിലെത്തി ഇവിടെ കൊണ്ടുവന്ന് തിരിച്ചു വിടാം. ഞാൻ അന്തപ്പെട്ട് പോയിട്ടുണ്ട്. എന്താ ചെയ്യുന്നത് നമുക്കൊരു കഴിയില്ല. അത്ര ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്തു ഒരു കുറവുമില്ലാതെ ഈ ആശുപത്രിയുടെ കാര്യങ്ങൾ അച്ഛനൂടെ വിളിച്ചുകൂടെ 2 വർഷത്തോളം ഇരുന്നു. 2 വർഷത്തോളം വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ഇടപെട്ട് കുറവുകളില്ലാതെ വളരെ ഡെഡിക്കേഷൻ എല്ലാ കാര്യങ്ങളും ചെയ്തു. നിങ്ങളുടെ ഭക്ഷണ കാര്യങ്ങളായിട്ട് ഇവിടെ ശുചിത്വമായിട്ടുണ്ടായിട്ട് നിങ്ങൾക്കുള്ള എല്ലാ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളെല്ലാം ഇടപെട്ടുകൊണ്ടതൊക്കെ പ്രവർത്തിക്കുന്നു. പക്ഷേ അച്ഛനെ പറ്റി നിങ്ങളെന്തറിയും, അച്ഛൻ ഒരു ചെറുപ്പത്തിൽ ഒരു സുന്ദരൻ വളരെ നല്ലൊരു ശരീരത്തിൻ്റെ ഉടമയാണ്. പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ ആഹാരത്തിൽ ജനിച്ചിട്ടുള്ളവരാണ് അച്ഛൻ. ഇപ്പോൾ അച്ഛന് ഈ ആതുര സേവന രംഗത്തേക്ക് ഫ്രാൻസിസ്കൻ പ്രദേശത്തെ മദർ തെരേസ നമ്മുടെ ആശ്രമത്തിൽ നമ്മുടെ ഈ ഗവൺമെൻറ് ജീവിതത്തിൽ നിന്നും അതെല്ലാം അവിടുത്തെ സുഖങ്ങളെല്ലാം തിരിച്ചിട്ട് വിട്ടുപിടിച്ചിട്ട് കൽക്കട്ടയിലെ സ്ട്രീറ്റിലോട്ട് പോയി ആ പാവപ്പെട്ടവരെ സേവിക്കുകയും അവരെ പരിചരിക്കുകയും ചെയ്തതുപോലെയാണ് അച്ഛൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയുള്ള നല്ലൊരു ജീവിതത്തെ അച്ഛൻ ധരിച്ചിട്ട് അച്ഛൻ ഈ ഫ്രാൻസിസ്കൻ പ്രദേശത്തോട്ട് ചേർന്ന് ഈ ആതുര സേവന രംഗത്ത് ഇത്രയും കാലം 32 പറഞ്ഞ 80 ഇത്രയും കാലം അച്ഛൻ അമ്മയെ സേവിച്ച് സ്നേഹിച്ച് ആദരിച്ച് ബഹുമാനിച്ച് കഴിയുകയാണ്. ഓരോ സ്ഥാപനങ്ങളിലും അച്ഛൻ കേരളത്തിൻ്റെ മുഴുവനുമല്ല ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ സഞ്ചരിച്ച് ഈ രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു അച്ഛനാണ് നമുക്ക് തോന്നുന്നത്. നമുക്ക് ഇന്ന് മുതൽ നമ്മുടെ പ്രാർത്ഥനയെ അച്ഛൻ ഓർക്കണം. ഇന്ന് മുതൽ നമ്മുടെ സന്ധ്യാപ്രാർത്ഥനകളിൽ ഏറ്റവും നമ്മുടെ എല്ലാവരും സന്ധ്യാപ്രാർത്ഥനകളിൽ നമ്മൾ അച്ഛനെ ഓർക്കണം. അച്ഛൻ മാത്രമല്ല, അച്ഛനോടൊപ്പം നമ്മളെല്ലാവരും പ്രാർത്ഥനയുടെ വരും ദിവസങ്ങളിൽ അച്ഛന് വളരെ ആരോഗ്യവും ബലവും സുഖവും നൽകി സന്തോഷവും നൽകി ദൈവം നയിക്കട്ടെ പ്രാർത്ഥിക്കുന്നതും എല്ലാവരും പ്രത്യേകിച്ച് ഒരാൾക്ക് ഇപ്പോൾ അടുത്ത ചെയ്യുന്നത് ചേച്ചി ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒത്തിരി ലേറ്റായിട്ടല്ല, അടുത്ത മാസം 4-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്ക് സദ്യയോട് കൂടിയാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ 1 മണിക്ക് അത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 3-3:30 വരെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ എല്ലാ
മഹിമയുടെ മുറിവുകളാൽ മൂടിയ മേൽനീത നിലമോൽ പ്രഭയിൽ മുഴുകുന്നു പൊന്നുണിയിൽ കല്ലറമേറ്റുന്നു മഹിമയുടെ നാദനുയർക്കുന്നു മുറിവുകളാൽ മൂടിയ മേൽനീത നിലമോലും പ്രഭയിൽ മുഴുകുന്നു ചൂടിയവൻ സുരവിരമാം പൂക്കതിരണിയുന്നു മാനവരും സ്വർഗനിവാസികളും വിജയാനന്ദത്തിൽ മുഴുകുന്നു പൊന്നുണി കതിരറിയുന്നു മഹിമയുടെ നാദനുയർക്കുന്നു മുറിവുകളാൽ മൂടിയ അവസാനിപ്പിക്കട്ടെ ശരി ഓ അവിടെ നിന്നോളൂ. അതല്ല ഇത് കിട്ടും.
നല്ല ഡിപ്പ് കിട്ടി മറ്റേ നല്ല ഇഷ്ടമായിരുന്നു അവിടെ അടുത്ത് അത് നല്ല നല്ല ഇത് പുറത്ത് നല്ല ഇതാണ് മക്കൾ ക്യാഷ് കിട്ടുന്നതായി വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ കിടക്കും ആ സിംഗപ്പൂരുകാരി സ്വന്തം തന്നെ ഇവിടെ കിടക്കണ വൈസ് പ്രസിഡന്റ് പപ്പടം തിന്നു ഹാപ്പി ഈസ്റ്റർ വലത് പറയണ ഹാപ്പി ഈസ്റ്റർ ആ വെരി ഗുഡ് ഹായ് ആ ഞാൻ
വേണോ ഒന്നുകൂടെ ഞാനായിരുന്നു ഇലയിൽ വെള്ളം വേണ്ടേ? വേണ്ട. അച്ഛൻ ഇരിക്ക. സ്നേഹസമ്പന്നമായ ഈ കാഴ്ച കണ്ടല്ലോ. ഈസ്റ്ററിൻ്റെ സന്ദേശം തന്നെയാണ്. സ്നേഹത്തിൻ്റെ, ഒത്തൊരുമയുടെ, സാഹോദര്യത്തിൻ്റെ സന്ദേശമാണ്. എല്ലാവർക്കും, എല്ലാ പ്രേക്ഷകർക്കും ഷാഹി ഇഫക്റ്റിൻ്റെ എല്ലാവിധ ആശംസകളും, ഈസ്റ്റർ ആശംസകൾ. 2025 ഈസ്റ്റർ ആശംസകൾ എല്ലാവർക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. നമ്മളെല്ലാം ഒന്നാണ്. ലോകമേ തറവാട് എന്നാണല്ലോ. ഒരപ്പൻ്റെ അമ്മയുടെയും മക്കളായ എല്ലാവരുമാണ് നമ്മൾ. ഒരു കുടക്കീഴിൽ ജീവിക്കേണ്ടവർ. ജാതി മത വർഗ ഭേദങ്ങൾക്കപ്പുറം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഷാഹി ഇഫക്റ്റിൻ്റെ ഒരിക്കൽ കൂടി ഈസ്റ്റർ ആശംസകൾ. ബൈ ബൈ.